കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിക്കാൻ ഏറ്റവും നല്ല ദിവസം, അതായത് ആ ദർശനത്തിന് 1 വർഷത്തേക്ക് ഫലം ലഭിക്കും എന്നാണ് പറയുന്നത്. അത് 2 കാരണങ്ങളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞാലായിരിക്കും അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ ദിവസം കൊടുങ്ങല്ലൂരമ്മയെ ദർശിച്ചാൽ സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും, അതുപോലെ തന്നെ സർവ്വ ദുരിതങ്ങളും മാറിക്കിട്ടും എന്നാണ് ആചാര്യന്മാർ വരെ പറയുന്നത്. അമ്മേശ്വരണം ദേവീശ്വരണം നമുക്കെല്ലാവർക്കും അറിയാം. മീനഭരണി മഹോത്സവം കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ നടയടച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതായത് കൊടുങ്ങല്ലൂർ അമ്മയെ ദർശിക്കാനുള്ള ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത്, അതായത് കോടി പുണ്യം ലഭിക്കും, സർവ്വ ഐശ്വര്യങ്ങളും ലഭിക്കും, അതുപോലെ തന്നെ സർവ്വ ദുരിതങ്ങളും മാറും. ആ ദർശനത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് 1 വർഷത്തേക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിവസത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഭരണി മഹോത്സവം കഴിഞ്ഞതിന് ശേഷം എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. അതിൻ്റെ ആ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് പൂജയെക്കുറിച്ച് അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. ആ പൂജാരി അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ ഒരു അംശം മൂർത്തിയിലേക്ക്, അത് വിളക്കാണെങ്കിൽ വിളക്ക്, വിഗ്രഹമാണെങ്കിൽ വിഗ്രഹം, ആ വിഗ്രഹത്തിലേക്ക് നൽകുകയും അതിനുശേഷം പൂജയ്ക്ക് ശേഷം അതിൽ നിന്ന് ഒരു പുഷ്പം എടുത്ത് നമ്മൾ ധരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വീണ്ടും ആ ജീവൻ്റെ അംശം അല്ലെങ്കിൽ സർവൈശ്വര്യങ്ങളും നമ്മളിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ്. അതേ സങ്കല്പം തന്നെയാണ് ഭരണിക്ക്. അതായത് കുംഭഭരണി നാൾ മുതൽ വ്രതമെടുത്ത് വരുന്ന അമ്മയുടെ ഭക്തർ, കോമരങ്ങൾ എന്ന് പറയുന്നത് അമ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വ്രതത്തിൻ്റെ സർവ്വ ഫലങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുക. അതുപോലെ തന്നെ വരുന്ന സാധാരണ ഭക്തരാണെന്നുണ്ടെങ്കിൽ നെല്ല്, മഞ്ഞൾ, കുരുമുളക്, നാളികേരം അങ്ങനെയുള്ളതെല്ലാം അമ്മയ്ക്ക് സമർപ്പിക്കുന്നു, പള്ളിമാടത്തിലേക്ക് എറിയുന്നു എന്നുള്ളതും. അപ്പോൾ ആ ഒരു അങ്ങോട്ടേക്ക് നൽകിയ, അമ്മയ്ക്ക് നൽകിയ ആ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ശക്തി എന്ന് പറയുന്നത് തിരിച്ചെടുക്കുന്ന ഒരു ദിവസം, അങ്ങനെ ഒരു പ്രാധാന്യം ആ ദിവസത്തിനുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണിക്ക് ശേഷം ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അശ്വതി നാളിലാണ് ഇവിടെ നടയടയ്ക്കുന്നത്. നടയടയ്ക്കുക എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഭക്തർക്കുള്ള ദർശനം ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമാണ്. അമ്മയ്ക്കുള്ള പൂജകളെല്ലാം ഇവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അശ്വതി നാളിൽ നടക്കുന്ന പൂജ തൃച്ചന്ദനച്ചാർത്ത് എന്ന് പറയുന്നത് യുദ്ധത്തിൽ മുറിവേറ്റ അമ്മയ്ക്കുള്ള ചികിത്സ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അശ്വിനി ദേവതകൾ അമ്മയെ ചികിത്സിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ പ്രതീകാത്മകമായിട്ടാണ് തൃച്ചന്ദനച്ചാർത്ത് എന്ന് പറയുന്ന ഒരു പൂജ, രഹസ്യവിധാനത്തിലുള്ള പൂജ നൽകുന്നത്. അപ്പോൾ അതിനുശേഷം ഭരണി നാളിൽ ഉദയത്തിന് മുമ്പ്, സൂര്യോദയത്തിന് മുമ്പ് വരിയരി പായസം എന്ന് പറയുന്ന ആ നേദ്യമാണ് അമ്മ ആദ്യം ഭക്ഷിക്കുന്നത്. അത് വളരെ ഔഷധ ഗുണമുള്ള ഒരു നേദ്യമാണ് വരിയരി പായസം എന്ന് പറയുന്നത്. അപ്പോൾ 2 ദിവസങ്ങൾ കഴിഞ്ഞു, അശ്വതി കഴിഞ്ഞു, അതുപോലെ തന്നെ ഭരണി നാളെത്തി. ഭരണിക്ക് ശേഷം കാർത്തിക എന്ന് പറയുന്ന നാളിൽ, അതായത് കാർത്തിക നാളെന്ന് പറഞ്ഞാൽ കാർത്തിക പുണ്യാഹം എന്ന് പറയുന്ന ഒരു ചടങ്ങും ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൂടിയ കോഴിക്കല്ല് എന്ന് പറയുന്നത് വീണ്ടും പഴയപടി സ്ഥാപിക്കുന്ന ഒരു ചടങ്ങും നടക്കുന്നുണ്ട്. അപ്പോൾ കാർത്തിക പുണ്യാഹത്തിൻ്റെ അന്ന് ഒരു പൂജ നടക്കുന്നുണ്ട്. അതിനുശേഷം തുടർച്ചയായിട്ട് 6 ദിവസങ്ങളിലായിട്ട് പൂജകൾ നടക്കുന്നുണ്ട്. ടോട്ടൽ 7 ദിവസമാണ് നടയടച്ചിരിക്കുന്നത്. അപ്പോൾ 6 ദിവസങ്ങളിലായിട്ട് നടക്കുന്ന പൂജയെ യാമപൂജ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ 8 യാമങ്ങൾ പറയുന്നുണ്ട് അഷ്ടലക്ഷ്മി സങ്കല്പത്തിൽ. പക്ഷേ ഇവിടുത്തെ പൂജയ്ക്ക് 6 യാമങ്ങളാണ്, 4 മണിക്കൂറുകൾ വീതമുള്ള 6 യാമങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ സൂര്യോദയം എന്ന് പറയുന്നത് 6 മണിയാണ് എന്ന് വിചാരിക്കുക. അപ്പോൾ 6 മണി മുതൽ 10 മണി വരെ ശ്രീ ഭഗവതി യാമം, 10 മണി മുതൽ 2 മണി, ഉച്ചയ്ക്ക് 2 മണി വരെ ജ്യേഷ്ഠ ഭഗവതി യാമം, അതിനുശേഷം 2 മണി മുതൽ 6 മണി വരെ പാർവതി യാമം, 6 മണി മുതൽ രാത്രി 10 മണി വരെ ദുർഗായാമം, 10 മണി മുതൽ വെളുപ്പിനെ 2 മണി വരെ കാളിയാമം. അങ്ങനെയാണ് 6 യാമങ്ങൾ വരുന്നത്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ഭരണി കഴിഞ്ഞാൽ കാർത്തിക നാൾ, അതായത് നടയടച്ച് 2ാം ദിവസം എന്ന് പറയുന്ന കാർത്തിക നാളിൽ നടക്കുന്നത് രാത്രി 10 മണി മുതൽ വെളുപ്പിനെ 2 മണി വരെയുള്ള കാളിയാമത്തിലുള്ള പൂജയാണ്. 3ാം ദിവസം ദുർഗായാമത്തിലുള്ള പൂജ നടക്കും. 4ാം ദിവസം പാർവതീയാമത്തിലുള്ള പൂജ നടക്കും. 5ാം ദിവസം ജ്യേഷ്ഠ ഭഗവതി യാമത്തിലുള്ള പൂജ നടക്കും. 6ാം ദിവസം ശ്രീ ഭഗവതി യാമത്തിലുള്ള പൂജ നടക്കും. അങ്ങനെ 7ാം ദിവസം സരസ്വതി യാമത്തിലുള്ള പൂജകൾ നടക്കും. ആ 7ാം ദിവസമാണ് ഇവിടെ നടതുറപ്പ് നടക്കുന്നത്. ആ നടതുറപ്പിൻ്റെ അന്ന് അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചികിത്സ കഴിഞ്ഞ് പൂർണ്ണ ആരോഗ്യവതിയായി, ഔഷധം കഴിച്ച് പൂർണ്ണ ആരോഗ്യവതിയായി, അതായത് വരിയരി പായസം, അതിനുശേഷം ഈ യാമങ്ങളിലുള്ള പൂജകൾ നടത്തി പൂർണ്ണ സന്തോഷവതിയായി, ആരോഗ്യവതിയായി,
നമുക്ക് ദർശനം നൽകുന്ന ഒരു ദിവസം, അതാണ് നടതുറപ്പ് ദിവസം എന്ന് പറയുന്നത്. ആ നടതുറപ്പ് ദിവസം എന്ന് പറയുന്നത് നമ്മൾ അമ്മയുടെ ദർശനം നേടിയാൽ ആ ഒരു വർഷത്തേക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ളതും സർവ്വൈശ്വര്യങ്ങളും നമുക്ക് ലഭിക്കും, അതുപോലെ തന്നെ നമ്മളുടെ സർവ്വ ദുരിതങ്ങളും മാറും എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അത്രയ്ക്ക് വിശേഷപ്പെട്ട ദർശനമാണ് ഭരണിക്ക് നടയടച്ചതിന് ശേഷം അമ്മയുടെ ആ നടതുറപ്പിൻ്റെ അന്നുള്ള ദർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മുൻപ് തന്നെ ഈ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് 16-ാം തീയതിയാണ് നടതുറപ്പ്, അതായത് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ആ ചൊവ്വാഴ്ച എല്ലാവർക്കും പ്ലാൻ ചെയ്ത് വരാൻ പറ്റുന്നവർക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ് എന്നോർക്കുക. സർവ്വൈശ്വര്യങ്ങളും നമുക്ക് ലഭിക്കുന്ന ഒരു ദർശനമായി മാറും അത്. നന്ദി. അമ്മേ ശരണം, ദേവീ ശരണം.